മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള പരിപാടി ഇതുവരെ മുടങ്ങാതെ എല്ലാ വർഷത്തേക്കാളും ഓരോ വർഷവും മെച്ചപ്പെട്ട രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന സുനിലിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. മണിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം മണിച്ചേട്ടൻ്റെ പേരിലൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒത്തിരി വില കൂടിയ അവാർഡുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഈ അവാർഡാണ്. പത്ത് വർഷമായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം മണിച്ചേട്ടൻ മലയാളികളുടെ മനസ്സിൽ ആരായിരുന്നു എന്നത് 10 വർഷം മുമ്പുള്ള ഒരു മാർച്ച് 6-ന് മലയാളികൾ കേരളം മൊത്തം കണ്ടതാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ പകരം വെക്കാനില്ല എന്ന് വെറും വാക്ക് പറയുന്നതല്ല. കാരണം 10 വർഷം കഴിഞ്ഞിട്ടും കലാഭവൻ മണിച്ചേട്ടൻ്റെ ആ കസേര അവിടെ തന്നെ കിടക്കുകയാണ്. അതിലേക്ക് ഒരാൾ വന്നിട്ടില്ല, ഇനി ഒരിക്കലും ഒരാൾ വരികയില്ല. അത്രയും ബഹുമുഖ പ്രതിഭയായിരുന്നു. അതേപോലെ തന്നെ ഈ ഇവരെ പറ്റി എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. നമ്മുടെ സുനിൽ തൻ്റെ ശാരീരിക അവശതകൾക്കിടയിലും മണിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം, അതായത് ശാരീരിക അവശതകളൊന്നും കണക്കിലെടുക്കാതെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പം ഇനി ഈ 10 വർഷമായിട്ടും ഇനിയൊരു 10 വർഷമോ 50 വർഷമോ ആയാലും ഇത് ഇതേപോലെ നിലനിൽക്കും. അതാണ് മണിച്ചേട്ടനോടുള്ള എല്ലാവരുടെയും സ്നേഹം. താങ്ക് യു സോ മച്ച്. മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തിൽ ഒരുപാട് സന്തോഷം. എൻ്റെ നാട്ടിൽ വെച്ച് മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഒരു അവാർഡ് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ ഞാനത് എൻ്റെ നാടിനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഗുരുക്കന്മാർക്കും സമർപ്പിക്കുന്നു. ഒരുപാട് സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചോദിച്ചാൽ സന്തോഷം. ഞാൻ ഒരു അവാർഡ് കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു ഓർമ്മ. മണിച്ചേട്ടൻ്റെ പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. മണിച്ചേട്ടനെ നമ്മളെല്ലാവരും ഓർക്കാത്ത ദിവസങ്ങളില്ലല്ലോ. മണിച്ചേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചതിൽ. താങ്ക് യു. മണിച്ചേട്ടൻ്റെ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇത്രയും ആളുകളോടുകൂടി അല്ലെങ്കിൽ ഇത്രയും ക്രൗഡോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്, അദ്ദേഹം പോയത് മിസ്സിങ് എന്ന് പറഞ്ഞാൽ അതേപടി ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഓരോ മലയാളികളുടെ ഉള്ളിൽ. അപ്പോൾ ആ സ്നേഹത്തിന് മുമ്പിൽ, ആ മനുഷ്യന് മുമ്പിൽ ശിരസ് വയ്ക്കുന്നത്. മണിച്ചേട്ടൻ്റെ ഒരുപാട് നിമിഷം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സത്യം പറഞ്ഞ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ പോലെ ഈ ഒരു അവാർഡ് മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഈ 10ാമത് അനുസ്മരണത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഞങ്ങളെ 3 പേരെയും വിളിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആ പേരിലുള്ള ഒരു അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും അതുപോലെ തന്നെ പറയാനുള്ളൂ. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് മണിച്ചേട്ടൻ്റെ മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം
നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ ചേട്ടാ, മണിച്ചേട്ടൻ്റെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവും. ഇപ്പോൾ ഈ ഒരു അവാർഡും കൂടി കിട്ടിയ ഒരു നിമിഷത്തിൽ എന്താണ് മണിച്ചേട്ടൻ്റെ ഒരു ഓർമ്മ പങ്കുവെക്കാൻ? മണിച്ചേട്ടൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ മറക്കാറില്ല. ഒരു ഓർമ്മയുടെ ആവശ്യമില്ല. കാരണം ഏതെങ്കിലും നാട്ടിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് മണിച്ചേട്ടനെ കുറിച്ച് പറയാതിരിക്കില്ല. കാരണം അത്രയും വലിയൊരു കലാകാരനാണ്. ഞങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട, ഞങ്ങൾ അനുകരിച്ച് വന്ന ഒരു കലാകാരനാണ് മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എത്ര വലിയ അവാർഡ് ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ വലിയ അവാർഡായിട്ട് മനസ്സിലുണ്ടാവും. നമ്മൾ അങ്ങനെ കാണുന്നത് മലയാളിയുടെ സ്വീകരണ മുറിയിൽ ഇന്നും മണിച്ചേട്ടന് ഒരു സ്ഥാനമുണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായിട്ട് ഇന്നും മിമിക്രിയിൽ മണിച്ചേട്ടൻ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് മിമിക്രിയിൽ മാറ്റം വന്നു വരുമ്പോഴും ഈ കാലഘട്ടത്തിൽ മണിച്ചേട്ടനെ സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഈ ഒരുപാട് കലാകാരന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് കലാകാരന്മാർ മരണപ്പെടും. പക്ഷേ ഇതുപോലൊരു മരണം ഇപ്പോഴും മറക്കാതെ കൊണ്ടുവരണം. മലയാളികൾ ഒരിക്കലും മറക്കാതെ കൊണ്ടുനടക്കുന്ന ഒരു മരണമാണ് മണിച്ചേട്ടൻ്റെ. കാരണം മരിച്ചു എന്ന് നമ്മൾ പറയുന്നതല്ല കഴിഞ്ഞിട്ട്, പക്ഷെ എല്ലാം നമ്മുടെ പ്രസൻറ്റിലെല്ലാം മണിച്ചേട്ടൻ്റെ പാട്ടുകളുണ്ട്, മണിച്ചേട്ടൻ്റെ ഓർമ്മകളുണ്ട്. ഒരുപാട് ഒരിക്കലും ഇതേപോലെ ഒരു കലാകാരന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടന് കിട്ടിയ അനുഗ്രഹം അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. മണിച്ചേട്ടന് കിട്ടിയ ഒരു അംഗീകാരം, മണിച്ചേട്ടന് കിട്ടിയ ആ ഒരു എന്താണ് നാടിൻ്റെ സ്നേഹം, അതൊക്കെ എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നതാണ്. വലിയ മനസ്സിനുടമയാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഒരുപാട് നന്മകളുള്ളവരെയൊക്കെ നേരത്തെ വിളിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്ക് അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റിയ ആളല്ല മണിച്ചേട്ടൻ. എന്തായാലും ഈ ഒരു അവാർഡ് വലിയ അംഗീകാരമായിട്ട് കാണും. ചേച്ചി, ഇപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ മണിച്ചേട്ടനുമായിട്ട് ആദ്യ വേദികൾ പങ്കിട്ടിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ചേച്ചി. അപ്പോൾ ആ നിലയിൽ ചേച്ചിക്ക് എന്താണ് മണിച്ചേട്ടനായിട്ട് ഒരു ഓർമ്മ പറയാനുള്ളത്? മണിച്ചേട്ടൻ്റെ ഓർമ്മ ദിനത്തിൽ തന്നെ ഒരു അവാർഡ് കിട്ടിയത് മണിച്ചേട്ടൻ്റെ പേരിലുള്ള മണിരത്ന പുരസ്കാരം. എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലുള്ള നാടൻപാട്ട് പാടി ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഓസ്കാർ അവാർഡാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. പൊന്നുപോലെ മരണം വരെ എൻ്റെ കയ്യിലുണ്ടാവും ഈ ഒരു പുരസ്കാരം എന്ന് പറയണത്. പിന്നെ ഞങ്ങളെപ്പോലുള്ള പാട്ടുകാർ നേരിടുന്ന വേറൊരു വെല്ലുവിളിയാണ്, മണിച്ചേട്ടൻ അതിമനോഹരമായി പാടി വെച്ചേക്കണ പല പാട്ടുകളുണ്ട്. പക്ഷേ ഞങ്ങൾ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടും കൂടെ പാടിയിട്ടാണ്. അപ്പോൾ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ പാടിയതിൻ്റെ ഒരു 7 അയൽവക്കത്ത് പോലും നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും പാടാൻ കൂട്ടിയാൽ കൂടില്ല. വീണ്ടും പറഞ്ഞു, മണിച്ചേട്ടൻ്റെ പോലെ ഒരാൾ ഇനി ജനിക്കാനില്ല, ജനിച്ചിട്ടുമില്ല, അങ്ങനെ ഒരാൾ ഇന്നില്ല. മുമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ എന്നുള്ള പാട്ട് പാടാം. എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പാട്ടുള്ള, അപ്പോൾ അത് തന്നെ പാടാം. മുമ്പായി കുച്ചാണ്ട് പാണം കത്തണമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമാ, വയറ് കത്തിയാളി എൻ്റെ കുടല് കത്തണമാ, പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം വഴകണമാ, അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. മുമ്പായി കുച്ചാണ്ട് പാണം കത്തണമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമാ. നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന ഒരു നിമിഷമാണ്. ഒരു സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഏകദേശം മണിച്ചേട്ടനുമായിട്ടൊപ്പം നിന്നൊരു സമയവും ഉണ്ടായിരുന്നു. മണിച്ചേട്ടൻ്റെ ആദ്യകാലം മീൻസ് ഞാൻ മണിച്ചേട്ടൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത് തന്നെ മണിച്ചേട്ടൻ്റെ കൂടെ ഒരു 3-4 വേദികളിൽ പരിപാടി നടത്താൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മണിച്ചേട്ടനോടൊപ്പം പരിപാടി നടത്തി എന്ന് പറയാം, അല്ലാതെ നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം കുറച്ച് വേദികളിൽ പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർമ്മകൾ എന്താണ്? മണിച്ചേട്ടനെ കുറിച്ച് എന്നും നല്ല ഓർമ്മകൾ തന്നെയാണ്. കാരണം മണിച്ചേട്ടനെ കുറിച്ച് ഒരു കലാകാരൻ എന്ന് പറയുമ്പം എന്തൊക്കെ ക്വാളിറ്റിയാണോ വേണ്ടത്, നമ്മുടെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അതായത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരുപാട് ക്വാളിറ്റിയുള്ള ഒരു വലിയ കലാകാരൻ തന്നെയാണ്. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ വേറെ ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിലൂടെ വരാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. മണിച്ചേട്ടൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു അനുഭവം? മണിച്ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇളമുറത്തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. അന്ന് ഞാൻ ഒന്നും ആയിട്ടില്ല, സ്കൂളിൽ പഠിക്കുകയാണ്. എന്നാൽ പിന്നീട് നക്ഷത്രം കണ്ടുള്ള രാജകുമാരൻ അവനൊരു രാജകുമാരി എന്ന് പറഞ്ഞ സിനിമേൻ്റെ നാട്ടിൽ ഷൂട്ട് നടക്കുമ്പോൾ അവിടെ ലൊക്കേഷനിൽ സഹായിയായിട്ടാണ് വീണ്ടും നമ്മൾ എൻട്രി ചെയ്യുന്നത്. അത് രാജസേന സാറിൻ്റെ പടമായിരുന്നു.
അന്ന് തുടങ്ങിയ ഒരു നല്ല സൗഹൃദം പിന്നീട് മണിക്കിലുക്കം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുമ്പോഴും ഞാൻ NTVയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോഴും ഒക്കെ മണിച്ചേട്ടനൊപ്പം നിൽക്കാൻ, പാടിയിൽ പോകാൻ, മണിച്ചേട്ടൻ വെച്ച ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്ന് മണിച്ചേട്ടൻ്റെ ഇല്ലാതിരിക്കുമ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോഴും. കാരണം നമ്മൾ ചാലക്കുടിയിലേക്ക് പോകുമ്പോൾ മണിച്ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറയാം, ചേട്ടാ ഞങ്ങൾ ഇതുവഴി പോകുന്നുണ്ട്, നീ എവിടെ ചെല്ലടാ, നമ്മുടെ ഓട്ടോക്കാരൻ്റെടാ, എന്ത് വേണേലും ചെയ്യും. അതായത് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്തിടപഴ കഴിയുന്നൊരു മനുഷ്യൻ, ജനങ്ങൾക്കൊപ്പം നിന്ന മനുഷ്യൻ, സാധാരണക്കാരിൽ സാധാരണക്കാരായി മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ പാടിയ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങളുടെ മണിച്ചേട്ടൻ്റെ പേരിലൊരു പുരസ്കാരം കിട്ടുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. മണിച്ചേട്ടൻ മണ്ണിൽ നിന്ന് മാഞ്ഞു പോയാലും ഇന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. മേലെ പടിഞ്ഞാറ് സൂര്യൻ, താഴെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിലെ തത്തിക്കളിച്ചൊരു മുൻസൂര്യൻ, ഇന്ന് തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയില്ലോ. ആ വരികൾ ഇന്നും ചങ്കിടിപ്പോടുകൂടി മാത്രം കേട്ടുകൊണ്ട് പോകുന്ന ഒരു എളിയ കലാകാരനും മാധ്യമപ്രവർത്തകനാണ് ഞാൻ. താങ്ക് യു.